എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കൃഷ്ണമംഗലത്തെ കൊടുമ്പിരി കൊണ്ട ചർച്ചയിലാണ്. കാരണം ഒന്നും രണ്ടും അല്ല, 5 കോടി രൂപയാ കടത്തി നിൽക്കുന്നത്. അപ്പൊ ആ തുക അടയ്ക്കണമെങ്കിൽ ഇനി 1 കോടി രൂപയും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ട് വീടിന്റെ ആധാരം പണയം വെക്കുന്നതിനെ കുറിച്ച് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വിഷമായി പോയി മുത്തശ്ശിക്ക്. കാരണം വീടിന്റെ ആധാരം കൊണ്ട് പണയം വെക്കാന്ന് പറഞ്ഞാൽ എങ്ങാനും എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ വീട് ജപ്തിയുടെ വക്കിലേക്ക് എത്തും. ഈ സമയം മുത്തശ്ശി ആലോചിച്ചിരിക്കുന്ന കണ്ടപ്പോ അനന്ത ചോദിച്ചു, എന്ത് പറ്റി അമ്മേ? അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണേ? അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, അത് ശരിയാ, അമ്മ എന്തിനാ വിഷമിക്കണേ? അതങ്ങ് തിരിച്ചിങ്ങടെ ആധാരം എടുക്കൂലേന്ന് ചോദിക്കുക. അച്യുതൻ പറഞ്ഞു, അത് ശരിയാ, പൈസ ഉണ്ടാക്കി കഴിയുമ്പോ ആധാരം കൂടെ തിരിച്ചെടുക്കും. എന്നാലും അതെ, ഒരു കാര്യം ചെയ്യാം, അമ്മ ലോക്കറിൽ നിന്ന് ആ ആധാരമൊക്കെ എടുത്തു വെക്ക്, നമുക്ക് അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം സബ്മിറ്റ് ചെയ്യാന്ന് പറയണം. ഇത് കേട്ടപ്പോ മുത്തശ്ശി ഒന്ന് ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, വരട്ടെ, സമയാവട്ടെ, ആ സമയത്ത് ലോക്കറിൽ നിന്ന് എടുക്കാന്നൊക്കെ പറയാം. അനന്തൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, അമ്മ എന്തിനാ വിഷമിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും മുത്തശ്ശിയുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞില്ല. മുത്തശ്ശി ഭയങ്കര സങ്കടമായി. ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. പിന്നീട് അനന്തൻ പറഞ്ഞു, അമ്മയ്ക്ക് അറിയാലോ എത്രമാത്രം കടത്തല ഇപ്പൊ ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണെന്ന്. ഈ പൈസ അങ്ങ് അടച്ചു ചെയ്യണ കാര്യങ്ങളൊക്കെ ഓക്കെയാവും, പിന്നെ അറിയാലോ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് നടന്നോളും എന്നൊക്കെ പറഞ്ഞ് അനന്തൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് ബാലിനെ കാണാനായിട്ട് ആരിനെത്തുവാണ്. ആരിനെത്തിയതിനു ശേഷം ബാലിനോട് പറഞ്ഞു, അതെ, എനിക്ക് അച്ഛനോട് ഇത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറയണം. നിനക്ക് എന്താണ് സംസാരിക്കാനുള്ളേ എന്നും പറഞ്ഞുകൊണ്ട് ബാലിന് എന്ത് ചെയ്യുവാണ്, സ്കൂട്ടി നിർത്തിക്കിട്ട് ആരിൻ്റെ ഒപ്പം ചെല്ലുവാണ്. അതെ, എനിക്ക് പറയാനുള്ള എന്നെ കുറിച്ചല്ല, എനിക്ക് മിത്രയെ കുറിച്ചാ പറയാനുള്ളതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ബാലിനൊന്ന് ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, മിത്രയെ കുറിച്ചോ? അവളെ കുറിച്ച് നിനക്ക് എന്താടാ പറയാനുള്ളതെന്ന് ചോദിക്കാം. അത് പിന്നെ അവളുടെ ട്യൂഷന്റെ കാര്യത്തെക്കുറിച്ചാ, അവള് ട്യൂഷൻ എടുക്കുന്നതിനെ കുറിച്ചോ. ഓ, അപ്പൊ അവളുടെ ട്യൂഷനെ കുറിച്ച് പറയാനാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ അച്ഛാ, ഞാൻ അവളുടെ ഭർത്താവാണ്, അവളെന്റെ ഭാര്യയും. അപ്പൊ അവളൊരു കാര്യത്തെ തീരുമാനം എടുത്തു കഴിയുമ്പോ അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3-4 കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അത്ര തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. ആരെന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കൂലോ, തെറ്റെങ്കിൽ തെറ്റെന്ന് അവൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഈ സമയം ബാലൻ പറഞ്ഞു, എടാ നിനക്ക് നാണമില്ലേടാ എങ്ങനെ എന്റെ മുന്നിൽ നിന്ന് പറയാനായിട്ട്? അവന്റെ ഭാര്യയുടെ ട്യൂഷൻ പോലും. നിനക്ക് ഇത്തിരി നാണമുണ്ടോ എങ്ങനെയൊന്നും പറയില്ലായിരുന്നു. നിന്നെ കുറിച്ച് എനിക്ക് എന്ത് പ്രതീക്ഷയായിരുന്നു അറിയാവോ? നീ പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങിക്കണം, പിന്നെ അത് മാത്രമല്ല എനിക്ക് വേറെ ഏറ്റവും വലിയ സ്വപ്നം നീ കളക്ടർ ആണെന്നുള്ളതായിരുന്നു. ആ സ്വപ്നമൊക്കെ നീ വെറുതെ കാറ്റി പറത്തിയില്ലടാ. നിനക്ക് എന്ത് സുഖ സൗകര്യമായിരുന്നു വീട്ടിലുണ്ടായിരുന്നേ. അവസാനം ആരോടും പറയാതെ ഒരു പെണ്ണും പോയി കെട്ടിയിട്ട് ഇപ്പൊ അവന് ട്യൂഷൻ എടുക്കണമെന്നും പറഞ്ഞ് നടക്കുന്നു. എടാ, പെണ്ണ് കെട്ടാൻ നേരത്ത് ഒരു വാക്കെങ്കിലും നീ എന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ, എല്ലാം തോന്നിയാസം തന്നിഷ്ടപ്രകാരം എല്ലാം ചെയ്തു കൂട്ടിയത്. എന്നിട്ട് അവൻ ഭാര്യയ്ക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അതെ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പിന്നെ ഞാനല്ലാതെ പിന്നെ മറ്റാരെങ്കിലും വന്ന് പറയോ? അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. പിന്നെ അച്ഛനെ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ആ വീട്ടിൽ നിൽക്കില്ലെന്ന് പറയാം. അതേടാ, നീ നിൽക്കണ്ട, നീ എങ്ങോട്ടാണ് വെച്ച് ഇറങ്ങിപ്പോകാൻ പറയണം. അതെ, ഞാൻ പോവും, പക്ഷെ ഇനി അത് ഒരു പോക്കായിരിക്കും, പിന്നെ ഒരിക്കലും ദേവമംഗലത്തേക്ക് ഞാൻ കാല് കുത്തില്ല എന്ന് പറയണം. നീ എന്താണ് ആര്യം പറഞ്ഞേ? അതെ, ആര് ചത്തെന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ ഒരിക്കലും ആ ദേവമംഗലത്തേക്ക് കാല് കുത്തില്ല. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരിക്കലും പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൂടെ പറഞ്ഞിട്ട് ആരിനെ അങ്ങോട്ടേക്ക് പോവാണ്. ബാലിന് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് വയ്ക്കുക. ആരിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരിനങ്ങനെയാ, മേലും കീഴും നോക്കില്ല. അതിപ്പോ അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, തെറ്റാണോ ആ തെറ്റാന്ന് മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും. പോരാത്തന് മിത്ര വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആരിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പിന്നീട് ബാലൻ വീട്ടിലേക്ക് വരുവാണ്. ബാലൻ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ശ്രീദേവി ഓടി വെള്ളമൊക്കെ കൊണ്ട് കുടിക്കാൻ കൊടുക്കുകയാണ്. എന്നാ ബാലച്ച കുടിക്കാനും പറഞ്ഞിട്ട് അപ്പോഴേക്കും ഗോമതി വന്നു. ഗോമതിയുടെ ബാഗൊക്കെ കൊടുത്തു. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പാത്രം ശ്രീദേവിയുടെയിലേക്ക് കൊടുത്തു. ശ്രീദേവി, ഞാനിത് അടുക്കളയിൽ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, ബാലേട്ടൻ പോയി റെഡി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പത്തേനും കഴിക്കുക, ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് വരാമെന്ന് പറയണം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് നിന്റെ മോൻ എന്താടി സാമാന്യ ബോധമില്ലെന്ന് ചോദിക്കാം. അല്ല ബാലേട്ടൻ ആരുടെ കാര്യം പറഞ്ഞേ? ഏത് മോന്റെ കാര്യം പറയണെന്ന് ചോദിക്കും. ഏത് മോനാന്നോ? കൊച്ചിക്ക് പോയിട്ടില്ലേ ഒരുത്തൻ, അവന്റെ കാര്യം പറഞ്ഞെന്ന് പറയാണ്. അല്ല, അവനിത് എന്തു പറ്റിയെന്ന് ചോദിക്കാം. അവനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ്, എത്ര തവണ വിളിച്ചെന്നറിയാവോ? കിട്ടുന്നില്ല. അല്ല, നിന്നെ എങ്ങാനും വിളിച്ചോന്ന് ചോദിക്കാണ്. ഗോമതി പറഞ്ഞു, എന്നെ വിളിച്ചൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല ഇനിയിപ്പൊ മീനാക്ഷി എങ്ങാനും വിളിച്ചോ മിത്രന്ന് ചോദിക്കാണ്.
ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു വിളിച്ചില്ല എന്ന് പറയണം. അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ശ്രീദേവി അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. ശ്രീദേവി വന്നിട്ട് പറഞ്ഞു അതെന്ത് വർത്താനാ മിത്രേ പറയണേ? ഏ വിളിച്ചില്ല പക്ഷെങ്കിൽ മെസ്സേജ് അയച്ചില്ല എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗോമതിയും മിത്രം കൂടെ പരസ്പരം നോക്കുവാണ്. ഈ സമയം ശ്രീദേവി പറഞ്ഞു അതെ വിളിച്ചിട്ടൊന്നുമില്ല ബാലച്ച, പക്ഷെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറയാണ്. എന്ത് മെസ്സേജ്? പെട്ടെന്ന് ഗോമതി പറഞ്ഞു അത് പിന്നെ ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാൻ മറന്നുപോയതാന്ന് പറയണേ. എന്താ കാര്യം എന്താന്ന് ചോദിക്കും. അത് പിന്നെ അവര് കൊച്ചി പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാന്ന് പറയണം. ഓഹോ, എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞല്ലോ, ഇപ്പൊ നിന്നോട് ഫോൺ വിളിച്ചോന്ന് ചോദിച്ചപ്പം പറഞ്ഞില്ലോ എന്ന് പറയാ. അത് പിന്നെ ഫോൺ വിളിച്ചില്ല ബാലേട്ടാ, പിന്നെ മെസ്സേജിന്റെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും അതെല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കോ? തലയ്ക്കകത്ത് 100 കൂട്ടം കാര്യങ്ങളായിട്ടല്ലേ നമ്മൾ നടക്കുന്നേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ സമയമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ബാലൻ ഓ അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അത് ബാലച്ചാ, ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഫോട്ടോസ് അല്ല, ഇതിപ്പോ കൊച്ചിന്ന് ഫോട്ടോസ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേ എന്ത് ഫോട്ടോസാന്ന് കരുതിയാ ബാലച്ചൻ ഇരിക്കുന്നേ. അത് എവിടെ നിന്ന് എടുത്താ എങ്ങനെ എടുത്താന്ന് ഫോട്ടോസും കൂടെ പറ. ബാലൻ ചോദിച്ചു അല്ല എവിടെന്നാ ഗോമതി ഫോട്ടോസ് എടുത്ത, എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ ചോദിക്കുക. അല്ല അത് പിന്നെ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അതെ അവര് ബീച്ചിലും പാർക്കിലും ഒക്കെ പോയ ഫോട്ടോസ് ഇട്ടിരിക്കുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങള്, അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. അല്ല ഞാനിവിടെ ആരാ ഗോമതി എന്ന് ചോദിക്കുക. എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയണേ? അല്ല എനിക്ക് ഇവിടെ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നീ എന്നോട് ഇതൊക്കെ പറയില്ലാന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ ബാലേട്ട, എല്ലാരും കൂടെ ഒക്കെ ചേർന്ന് ഒത്തുചേർന്നായിട്ടായിരുന്നല്ലേ. പിന്നീട് മിത്രയോട് ചോദിച്ചു അല്ല നിനക്കെന്താ പറഞ്ഞാലെന്ന് ചോദിക്കാം. അത് പിന്നെ അങ്കിളെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. എന്നിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് രണ്ടുപേരും കൂടെ കറങ്ങി നടക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ഭയങ്കര സങ്കടം വന്നു ഗോമതിക്ക്. ഗോമതി പറഞ്ഞു ബാലേട്ട ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണേ. പിന്നെ എങ്ങനെ പറയണം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം കൂടെ ഒപ്പിച്ചു വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നീ എന്നോട് പറയാറുണ്ടോ ഗോമതി? ഇവിടെ അതൊക്കെ പറയണമെങ്കിൽ എന്റെ ശ്രീദേവി മോള് വേണം. കഴിഞ്ഞ പ്രാവശ്യം ട്യൂഷൻ എടുക്കുന്നതിനെ കുറിച്ച് നിന്നോട് ചോദിച്ചിട്ട് നീ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ എന്റെ ശ്രീദേവി മോള് പറഞ്ഞ ഞാൻ അറിഞ്ഞേ, ഇപ്പോഴാണ്ട് ഈ കാര്യങ്ങളും. ഇത് കേട്ട് കഴിയുമ്പോഴത്തെ ഒരു നിമിഷം മിത്രയും ഗോമതിയും പരസ്പരം നോക്കണം. ഓഹോ, അപ്പൊ ട്യൂഷൻ എടുത്ത കാര്യങ്ങൾ ഇവളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരട്ടെ. അപ്പൊ ഇത്രയും ദിവസം തങ്ങള് വെറും മണ്ടികളാകുമായിരുന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല. മിത്രയ്ക്ക് നല്ല കട്ടക്കലിപ്പായി. മിത്ര രൂക്ഷമായിട്ടും ശ്രീദേവിനെ നോക്കുകയാണ്. ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാൻ പറയണമെന്നൊന്ന് വിചാരിച്ച് പറഞ്ഞല്ലമ്മേ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞ എന്ന് പറയണ. ബാലൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ശ്രീദേവിനെ ഒന്ന് നോക്കിയിട്ട് മിത്രയുടെ കൈയും പിടിച്ച് ഗോമതി നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ശ്രീദേവിക്ക് ആ പാടെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോഴേക്കും ആനന്ദ് വന്നു. ആനന്ദ് വന്നിട്ട് എന്താ ശ്രീദേവി, എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേളം ചോദിക്കുക. ഒന്നുമില്ല, അയ്യോ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ടെറസ് തുണി ഇട്ടിരിക്കുമായിരുന്നു. ആനന്ദേട്ടാ ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ധർമ്മം വന്നിട്ട് ചോദിച്ചു എടാ നിന്റെ ഭാര്യയ്ക്ക് എന്താടാ ആനന്ദേന്ന് ചോദിക്കുകയാണ്. എന്താ മാമ, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഈ കുടുംബം കുട്ടിച്ചോറാക്കുമെന്ന് പറയണം. കുടുംബം കുട്ടിച്ചോറാക്കുന്നോ? അതെ, അവളും വേണ്ടതും വേണ്ടാത്തോ എല്ലാം ആണ്ടെ അളിയനോട് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, അവളോട് നീ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം. എന്തൊക്കെ ഇവിടുത്തെ അളിയനോട് പറയണം വേണ്ടാന്നൊക്കെ ഒന്നും അറിയത്തില്ലാതെ ചുമ്മാ കിടന്ന് എടുത്തി ആടിയിട്ട് അവസാനം ഈ കുടുംബത്തിന് സ്വസ്ഥത നശിക്കും. ഞാൻ ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ധർമ്മനും കൂടെ അങ്ങോട്ട് പോവാണ്. ആ സമയം അടുക്കളയിൽ വന്നിട്ട് കോമതി മിത്രയോട് ചോദിച്ചു അവൾക്കിത് എന്തിന്റെ കേടാന്ന് ചോദിക്കാം. അവള് വേറെ ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതി ദേഷ്യപ്പെടുക. മിത്ര പറഞ്ഞു അപ്പൊ ട്യൂഷന്റെ കാര്യം പറഞ്ഞിരുന്നേ. ശ്രീദേവി എടുത്തായിരുന്നു ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ വ്യക്തമായത്. ഗോമതി പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വന്നാ, നാവ് ചൊറിഞ്ഞു വന്നാ നാളെണ്ണം പറയാനായിട്ട് ഞാനങ്ങ് സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയതാന്ന് പറയാം. ഇത് കേട്ട മിത്ര പറഞ്ഞു പക്ഷെ ഇത് ഞാൻ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഈ മിത്ര ആരാ ശരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്നത്തിന്റെ കേടാ. വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നു. കോമതി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ, ഏത് സമയത്താണോ എന്താ ഈ മാരണത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇത് തലേ കയറി നിരങ്ങുമല്ലേ, എന്ത് പറഞ്ഞാലും അവളും ഉണ്ട്, അവളുടെ ഒരു ബാലച്ചനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോമതി കിടന്ന് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു. ശ്രീദേവിയെ കണ്ടത് മിത്രയും കൂടി വന്നു. മിത്ര ചോദിച്ചു ശ്രീദേവി അടുത്ത് എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കും. എന്ത് പരിപാടി? അല്ല അച്ഛനോട് ട്യൂഷനെ കുറിച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കൂ. ഓ ബാലച്ചനോടോ? അത് ഞാൻ പറയണമെന്ന് ഓർത്ത് പറഞ്ഞല്ല, അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ കൂടെ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു ഓരോന്നൊക്കെ സംസാരിച്ച് വന്നു പോലും. അതെ അത് പറയേണ്ട കാര്യം ശ്രീദേവിജിക്ക് ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അതെന്താ അപ്പൊ പറയാതെ എടുക്കാനായിരുന്നോ പ്ലാൻ എന്ന് ചോദിക്കാം. പറയാതല്ല, അത് അതിന്റെ രീതിക്കൊക്കെ ഞാൻ പറഞ്ഞേനം, ആ പ്രശ്നം നല്ല സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്തേനം. അതിന് പകരമായിട്ട് കയറി ഇടപെട്ട് മൊത്തം അങ്ങോട്ട് കുളവാക്കി വെച്ചല്ലേ എന്ന് ചോദിക്കുക. അയ്യോ
ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല മിത്രയെന്ന് പറയാ. ഗോമതി പറഞ്ഞു ഒന്നും ഓർത്തില്ല പോലും. നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ ശ്രീദേവി, നീ എല്ലാ കേസും ഇങ്ങനെ ഏണി വെച്ച് പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അയ്യോ അമ്മേ, ഇങ്ങനൊന്നും പറയല്ല, ഞാൻ നല്ലതിന് വേണ്ടിട്ടാ പറഞ്ഞേ. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബാലച്ചൻ അറിഞ്ഞിരിക്കണമല്ലോ, അങ്ങനെ ഓർത്ത് പറഞ്ഞ, അല്ലാതെ ഒരിക്കലും നിങ്ങളാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞല്ലെന്ന് പറയണം. ഇതേ കൂടുതലൊന്നും ഞാൻ പറയണ്ടില്ല, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് ഗോമതി പറയാം. പെട്ടെന്ന് മീനാക്ഷി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. മീനാക്ഷി അല്ല, ശ്രീദേവി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ഈ കരച്ചിൽ കണ്ടപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, എന്താ എന്താ കരയണേന്ന് ചോദിക്കുകയാണ്. പിന്നീട് മിത്രയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തേ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ വേണം കാലെ പിടിക്കാന്ന് പറഞ്ഞിട്ട് മിത്രയുടെ കാലെ പിടിച്ച് പൊക്കുവാണ്. പെട്ടെന്ന് ഗോമതി ചാടി കയറി പിടിച്ചു. അല്ലെ മിത്ര ബാലൻസ് ആയിട്ട് മിത്ര എടുത്തടിച്ച് താഴെ കിടന്നേനം. പെട്ടെന്ന് മിത്ര വെച്ചു, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുക. അവസാനം ശ്രീദേവി പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാന്ന് പറയണം. പിന്നെ അവസാനം ഗോമതി പറഞ്ഞു, പോട്ടെ, ഇനിയിപ്പോൾ ഇതിനെ കരഞ്ഞിനി അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് നമ്മുടെ ശ്രീദേവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആ സമയം മിത്ര പറഞ്ഞു, എന്തിനാ അപ്പച്ചി അവളെ ആശ്വസിപ്പിക്കാൻ പോയെന്ന് ചോദിക്കാം. അതെ, ഇനിയിപ്പോൾ ഇവളെങ്ങാനും ചെന്ന് കാറിക്കൊണ്ട് ബാലേട്ടന് മുന്നിൽ ചെന്ന് കാര്യം പറഞ്ഞാൽ ഇനി അതിന്റെ ചീത്ത നമ്മൾ രണ്ടുപേരും കൂടെ കേൾക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ, ഏത് സമയത്താണോ എന്തെന്നൊക്കെ പറയണം. അതുകൊണ്ട് മാത്രം ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, അങ്ങനെ ഞാനിതങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പച്ചി വേണമെങ്കിൽ സോൾവ് ചെയ്തോ, അപ്പച്ചി വേണമെങ്കിൽ കൂട്ടിപ്പിടിച്ചോ, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കിട്ട് പണിതാണെങ്കിൽ ഞാൻ തിരിച്ച് നല്ല പണി കൊടുക്കും എന്നൊക്കെ മിത്ര പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.